ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നിപ്പോ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം പലർക്കും ഒരുപാട് പേർക്ക് ഗുണപ്പെടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, രാത്രി വാഹനം ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രി നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ശരിക്കും എനിക്ക് ഇങ്ങനെ ഒരു ടോപ്പിക്ക് കിട്ടിയത് കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു, ഒരു നൈറ്റ് ഡ്രൈവ് പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ കയറി സുഹൃത്തിന്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു കാര്യം കേട്ടപ്പോഴാണ് ശരിക്കും എനിക്ക് ഇങ്ങനെ ഒരു ടോപ്പിക്ക് എന്റെ മനസ്സിൽ നിന്ന് വന്നത്. അതായത് ആ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എങ്ങനെ ഈ രാത്രി യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് വിടുവോ, അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരത്തില്ലേ? എങ്ങനെയുള്ള പ്രശ്നങ്ങൾ? അതായത് ആ അമ്മ എന്നോട് ചോദിച്ചത്, നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ വാഹനത്തിന്റെ ഫ്രണ്ടിൽ ആരെങ്കിലും വന്ന് കൈ കാണിക്കോ, അല്ലെങ്കിൽ ഒരു സഹായം ചോദിക്കോ, അങ്ങനെയൊക്കെ വന്ന് നിന്നാൽ എന്ത് ചെയ്യും? അത് പ്രത്യേകിച്ച് ഒരു 12 മണിയൊക്കെ ആകുന്ന സമയത്താണ് നമ്മൾ യാത്ര പോകുന്നത്, ഒരു ഹൈ റേഞ്ച് യാത്രയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ ഇതിപ്പോ കാണുന്ന ഒരു മാതാപിതാക്കളാണെങ്കിൽ നിങ്ങളും കൂടെ ചിന്തിക്കുക, എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മള് പിള്ളേരെ വളർത്തുന്ന സമയത്ത് അടച്ചിട്ട് വളർത്തുന്നത് നല്ലതാണ്. ഞാനൊക്കെ അങ്ങനെയാണ് വളർന്നത്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവരെ നമ്മൾ ഫ്രീ ആയിട്ട്, കുറച്ചെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് വിട്ടില്ലെങ്കിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നാളെ ഒരു സമയത്ത് ഈ പറയുന്ന മാതാപിതാക്കൾ ഇല്ലാതെ വരുമ്പോൾ പിള്ളേർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെയായി പോകും. ഒരു സ്ഥലത്ത് പോലും രാത്രി പോലും പോകാൻ മടി അല്ലെങ്കിൽ പേടി ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അവരെ റെസ്ട്രിക്ട് ചെയ്യരുത്. കുറച്ച്, ഞാൻ പറയുന്നത് ഒരു 18 വയസ്സുള്ള അല്ലെങ്കിൽ 20 വയസ്സുള്ള ഒരു കൊച്ചിന്റെ കാര്യമല്ല പറയുന്നത്. ഏകദേശം ഒരു 25, 26 വയസ്സ് കഴിഞ്ഞാൽ കുറച്ച് അവരെ ഒന്ന് ഫ്രീ ആക്കി വിടണം. അവരെ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ അനുവദിക്കണം. ഓക്കെ, ഇത് നമ്മുടെ ടോപ്പിക്കിലുള്ള കേസല്ല, എന്നാലും ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. രാത്രി നിങ്ങൾ യാത്ര ചെയ്യാണ്, ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ രാത്രി യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സമയം കിട്ടുന്നത് രാത്രി സമയമാണ്. രാത്രിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. രാത്രി എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാത്രിയുടെ ഒരു ആംബിയൻസ് വേറെയാണ്. കാരണം നമ്മൾ പകല് കാണുന്ന ഒരു കാഴ്ചയല്ല രാത്രി കാണുന്നത്. രാത്രി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഹൈ റേഞ്ച് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് കുറെ ജീവജാലങ്ങളിനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് പകല് പോകുന്ന സമയത്ത് ഒരിക്കലും കാണാൻ സാധിക്കത്തില്ല. നിങ്ങൾ ആരെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ വാഹനത്തിന്റെ ഫ്രണ്ടിലോട്ട് ഒരാൾ സഹായം ചോദിച്ചു വരികയാണെന്ന് വെച്ചോളൂ. ഞാനും എന്റെ വൈഫും മാത്രം വാഹനത്തിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒറ്റയ്ക്കേ ഉള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യും? ഒരു കാരണവശാലും നിങ്ങൾ വാഹനത്തിൽ നിർത്തി, വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവരോട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കാൻ പാടില്ല എന്ന് മാത്രം ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലം നമുക്കെല്ലാം അറിയാം, തട്ടിപ്പും വെട്ടിപ്പും കാര്യങ്ങളൊക്കെ മാത്രമാണ് ഇപ്പം കൂടുതലും നടക്കുന്നത്. മനുഷ്യത്വം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഇങ്ങനെ നിങ്ങൾ യാത്ര പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു ഹൈ റേഞ്ച് ആണ്, ആൾ താമസമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നതെങ്കിൽ, അപ്പൊ കുറച്ചു പേരെങ്കിലും ചോദിക്കായിരിക്കും, നിനക്ക് ഒരു ഒരു മനുഷ്യത്വം ഉണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാവോ? ഇങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ? ഒരാളുടെ ഒരു സഹായം ചോദിക്കുകയല്ലേ? നമുക്കറിയാൻ സാധിക്കത്തില്ല അവർ ചിലപ്പോൾ ജെന്യുവിൻ ആണോ, ചിലപ്പോൾ ജെന്യുവിൻ ആയിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അന്നേരം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ രീതിക്ക് എനിക്ക് ശരിയാന്ന് തോന്നിയ കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ കാര്യം കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. ഞാൻ പറയുന്നത്, നമ്മൾ അവരെ അങ്ങനെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ല ആ ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിർത്താൻ ഞാൻ ഒരു കാരണവശാലും പറയത്തില്ല. നമുക്ക് മാക്സിമം നമ്മുടെ സേഫ്റ്റി നോക്കി കയറ്റി വിടാൻ വേണ്ടിയുള്ള ശ്രമിക്കാം. രണ്ടാമത്തെ കാര്യം, അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു എമർജൻസി നമ്പറിൽ വിളിച്ച് ഇൻഫോം ചെയ്ത്, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം. അതായത് ഇങ്ങനെ ഒരു വ്യക്തി അവിടെ നിൽപ്പുണ്ട്, പക്ഷെ എനിക്ക് അവിടെ നിർത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തിയില്ല. കാരണം ഇപ്പൊ നിങ്ങൾ നിർത്തി കഴിയുമ്പോഴത്തേക്കും ഈ നിൽക്കുന്ന വ്യക്തി ഒരാൾ മാത്രമല്ലെങ്കിലോ, ചിലപ്പോൾ ഒരു 5-6 പേരുണ്ടെങ്കിലോ, അങ്ങനെ ഈ 5-6 പേരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും വാല്യുബിൾസ് കൊണ്ടുപോകാനോ, നമ്മുടെ വാഹനത്തിന് നശിപ്പിക്കാനോ, നമ്മളെ നശിപ്പിക്കാനോ ഒക്കെ നിൽക്കുന്നതാണോ ഇല്ലെന്നൊന്നും നമുക്ക് ഒരു കാരണവശാലും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ വാഹനത്തിൽ യാത്ര പോകുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കണം. അതുകൊണ്ട് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു കാരണവശാലും ആര് കൈ കാണിച്ചെന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ ഉദ്ദേശിച്ച രാത്രി സമയത്ത്, രാത്രി എന്ന് ഉദ്ദേശിക്കുന്ന അസമയമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഉള്ള ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ, വിജനമായ ഒരു സ്ഥലത്തൂടെയാണ് പോകുന്നത്, ഒരാൾ നിങ്ങളുടെ വാഹനത്തിന്റെ ഫ്രണ്ടിൽ ചാടി നിർത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെട്ടിച്ച് മാറ്റിയാണെങ്കിലും കൊണ്ടുപോയിക്കോണം. അവനൊന്നും സംഭവിക്കാതിരിക്കാൻ നോക്കുക. നിങ്ങൾ വെട്ടിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ എസ്കേപ്പ് ചെയ്യണം ആ സ്ഥലത്ത് നിന്ന്. നിങ്ങൾക്ക് അത് ജെന്യുവൻ ആയിട്ട് തോന്നുകയാണെങ്കിൽ പോലും മുമ്പിലോട്ട് ചെന്നതിന് ശേഷം പോലീസിനെ വിളിച്ച് ഇൻഫോം ചെയ്യുക എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും ഈ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ വേണ്ടി നിൽക്കരുത്. കാരണം നമ്മുടെ ലൈഫ് പ്രധാനമാണ്. പിന്നെ നമ്മൾ വീട്ടിൽ വരുമെന്നുള്ള ഒരു ഉറപ്പും കൂടെ വീട്ടുകാർക്ക് കൊടുത്തിട്ടേ പോവുള്ളൂ. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന വഴിക്ക് മോനെ എവിടം വരെയാടാ, വരാറായടാ, എത്താറായടാ, ഈ ഒരു രീതി ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. കാരണം ഇത് അവർക്കും, വാഹനം ഓടിക്കുന്ന വ്യക്തിക്കും ടെൻഷൻ ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്.